ഡ്രസ്സൊക്കെ വേണ്ടിട്ട് വീഡിയോ കണ്ടപ്പോ തന്നെ അങ്ങനെ പോന്നാണ്. ഞങ്ങൾ പേടിച്ചിട്ട് വാരി ഉറക്കാഞ്ഞത്. മറ്റേ ഇവനെ എന്റെ വീട്ടിലേക്ക് ഇതുപോലെ ഇപ്പൊ സമയം ഞങ്ങൾ കാണിച്ചു തരാം. സമയം 12 മണിയാണ്. ഇവന് ഡ്രസ്സിന് വേണ്ടിട്ട് ഇവന് കോഴിക്കോട്ടുന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങളാരും ഉണ്ടാകുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇവിടെയുള്ള അപ്പുറത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവനെ എന്തിനാ പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടാ നസിക്ക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം അവനെ ഇവിടെ നിർത്താൻ പറഞ്ഞു. അല്ല ഇവരെ ഞാൻ നിർത്തുന്ന പറഞ്ഞപ്പോ തന്നെ ഇവന് ഓടി വിടുന്നു. ടെൻഷനായി. ഞാൻ പറഞ്ഞു ഭയങ്കര ഇതായി. പിന്നെന്തറിയോ ഈ ഞാൻ പറഞ്ഞു ചോദിച്ചു DP കാണിച്ചു കൊടുത്തു. ഞാന് സത്യത്തിൽ ഈ ജനന്റെ കൂടെ ഞാൻ കണ്ടപ്പോ എനിക്ക് പേടിയായിട്ടാ ഞാൻ വാരി ഓർക്കാം. ഞാൻ മറ്റേ ആര് വന്നാലും ഞാൻ വാരി ഓർക്കാം. പെട്ടെന്ന് വന്നിട്ട് ബെല്ലടിച്ച് രാത്രി 12 മണിയാവില്ല. അടിച്ചപ്പോ എനിക്ക് പേടിയായി. ഡ്രസ് നോക്കിട്ട് ഈ കണക്കുള്ള ഡ്രസ്സ് ഏതാച്ചെടുത്തു. ഞാൻ ഇവന്റെ വീട് കോഴിക്കോടാണ്. അപ്പൊ ഇനി ഇവന് തിരിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പശ്ശേരി എവിടേക്കും ബസ് ഒന്നുമില്ല. അപ്പൊ ഈ ഡ്രസ്സ് എടുത്തോ അന്നെ ഞാൻ തന്നെ ഷൊർണൂർക്ക് ആക്കി തരാം. ഓക്കെ ഞാൻ ആക്കി തരാം. ഓക്കെ ഞങ്ങൾ നമുക്ക് എടുത്തു കൊടുക്കാം. ഇതാണ് കൊടുക്കാല്ലേ ഗൈസ്. നമ്മള് ഇത് ഇന്ന് ഫുള്ള് കെട്ടി വെച്ചിട്ടാണ് കവറോള്. കാരണം എന്തായാലും ഒരുപാട് ആൾക്കാർ വിളിക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും കൊടുത്തയക്കാട്ടോ. ഇത് നമ്മൾ ഈ ഒരു ബാഗ് പിന്നെ കൊടുക്കുകയാണ്. കാരണം അനക്ക് മറ്റേ അല്ലേ പെങ്ങന്മാരും ഉണ്ടോ? എന്താ ഡ്രസ് എന്താ വേണ്ടത്? അല്ല മാക്സി എന്താ വേണ്ടത്? പുതിയതാണ് എടുക്കാം അല്ലെ? ഇത് പിടിക്കാം. നമുക്കറിയില്ല കേട്ടോ. അതവിടെ വെച്ച് കൊടുക്കും. എടുത്തോട്ടെ. അനക്ക് വേണ്ടത് ഈ ബാഗിലാക്കിക്കോ. നോക്കിട്ട് എടുത്തോ. പൂർത്തി നോക്ക്. ഇങ്ങോട്ട് എടുത്തോ. ഇന്ന് ബാഗ് താഴ്ച ഞാൻ പിടിച്ചാൽ എടുത്തോ. അനക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഇവനെ ഗൈസ് പെട്ടെന്ന് ഇവന് പേടിച്ചു. അതായത് എല്ലാരും കൂടെ വന്നിട്ട് ഓന് കുറ്റം പറയില്ല. ഓൻ കോഴിക്കോട് ആയതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഓന് ഷൊർണൂർ വന്നറിയ. ഷൊർണൂരിന് ചെറുപ്പശ്ശേരിക്ക് എങ്ങനെ എത്തി? പട്ടാമ്പി ഇറങ്ങി ഇങ്ങോട്ട് എത്തി. ബസ്സിൽ ലിഫ്റ്റ് വെച്ച് അങ്ങനെ പോന്നു. ഓക്കെ. ഇത് വീട് എങ്ങനെ മനസ്സിലായി നിനക്ക്? ഏതെങ്കിലും മല്ലി ഫാമിലിയുടെ വീട് ചോദിച്ചോ? ആ ഓക്കെ. പക്ഷെ ഇപ്പം പെട്ടെന്ന് വന്നിട്ട് ഇതുപോലെ വാതിലുമ അങ്ങനെ തട്ടിയപ്പോ ഒക്കെ അമ്മ ഇവരൊക്കെ പേടിച്ചതായിട്ടാണ്. കുഴപ്പമൊന്നുമില്ല. അവനെ ഒക്കെപ്പാടവന് ഇതായി പോയി ടെൻഷനായി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ അണക്കുള്ള എടുത്തിട്ട് നമ്മൾ എന്തായാലും ആക്കി തരാം കേട്ടോ. ഇത് കവർ പൊട്ടിച്ചോ? ഞാന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു ഡ്രസ്സും കൂടി കിട്ടാതെ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന്. പക്ഷെ എന്തായാലും നമുക്ക് തന്നെ ഒരു പാവം കരയിലും കേട്ടോ. എനിക്ക് തോന്നുന്നു ഉമ്മക്ക് വിഷമം വന്നു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ. ടീഷർട്ട് ഇതിലുണ്ട്. അവിടെ ഷാളാണ്. ടീഷർട്ടോട് വേണ്ട. അത് ഇതാണ്. അത് ചെറിയ പാന്റാണ്. ട്രാക്ക് സൂട്ടാണ്. ഇട്ടെടുക്കാം. ഇതൊക്കെ പെയിന്റുണ്ട്. ഇതിന് കുറെ ഷർട്ട് വേണോ? അപ്പൊ ഇതെന്തായാലും പാകാവും. നമ്മള് ഇങ്ങനത്തെ ഒരു ബാഗാണ് ആദ്യം കൊടുത്തത്. അപ്പൊ ഓന് ട്രാക്ക് സൂട്ടും കാലൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോ കുറച്ചും കൂടി വലിയ കവറിൽ തന്നെ കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ ഇത്രയും പറയണു, ഓന് ഇത്രയും ദൂരത്തുനിന്ന് കോഴിക്കോട്ടുനിന്ന് ഈ രാത്രി സമയത്ത് ഇങ്ങോട്ട് കയറി വരാന്നുണ്ടെങ്കിൽ അത്രയും ഇതായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉള്ളതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാക്സിമം കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇത് വേണ്ട. ഇത് 2 മാറി. അപ്പൊ ഓക്കെ. ഓനൊരു കവർ ഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കോ. ഓക്കെ. ഓൻ ഇനി ഇവിടുന്ന് ചെറുപ്പശ്ശേരി ഇപ്പൊ സമയം 12 കാലമായി. ഓൻ ഒരിക്കലും ഇവിടുന്ന് പട്ടാമ്പിക്ക് അതായത് ഷൊർണൂർക്ക് എത്താൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ തന്നെ അവനെ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങോട്ട് അല്ലേ? ഫുഡ് ഈ ഭക്ഷണം കഴിച്ചു. പോണ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല ഫുഡ്. കുട്ടിയാണത്.
മാമ ഇരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മള് സമയം ഇപ്പൊ എത്ര വെച്ചിട്ടാ? 12:23 അപ്പൊ നമ്മളെ പേരെന്താ ബ്രോ? ഉമ്മർ ഫാറൂഖ്. നമ്മള് ഫുഡും കാറും എല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് അവൻ ഞാൻ പറഞ്ഞല്ലോ ചെപ്പശ്ശേരിന്ന് വണ്ടി ഇല്ല, അവനുള്ള വേണ്ട ഡ്രസ്സൊക്കെ അവൻ്റെ ഉമ്മാക്കളിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഇവനെ നേരെ ഷൊർണൂർ കൊണ്ട് ആക്കാൻ വേണ്ടി പോകുന്നു. ഷാക്കിർ വണ്ടി ഓടിക്കുന്നുണ്ട്, അൻഷാദ് അവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഉമ്മർ ഫാറൂഖിന് സേഫ് ആയിട്ട് ഷൊർണൂർ കൊണ്ട് ആക്കാൻ പോകണം. ഇവിടുന്ന് ഷൊർണൂർക്ക് 18 കിലോമീറ്റർ ഉണ്ട് അല്ലേ? 18 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കൊണ്ടേക്കാന്ന് വിചാരിച്ചു. ട്രെയിൻ ഉണ്ടാവില്ല, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാൽ മതി അല്ലേ? വേറെ ഇപ്പൊ എന്തായാലും ഉണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്ക് നോക്കി ഉണ്ടാവും അല്ലേ? ഓക്കെ, എന്തായാലും നോക്കിപ്പോ അൻഷാദ് ട്രെയിൻ നോക്കുന്നുണ്ട്. അതെ, അപ്പൊ എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും ഓനെ ഇറക്കിയിട്ട് തന്നെ വരാം. ഓക്കെ ഇന്നത്തെ ഗൈസ് നമ്മൾ ഷൊർണൂർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഉമ്മർ ഫാറൂഖിനെ നമ്മൾ ഷൊർണൂർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഡ്രസ്സ് സാധനം കയ്യിലുണ്ട്. ഹാപ്പി അല്ലേ? ഓക്കെ, പോവാൻ പൈസ ഒക്കെ ഇല്ലേ? ഇല്ലേ? എന്തായാലും ഓക്കെടാ, കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അവനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാക്കി. ഞാൻ ചാക്കുന്നുണ്ട്, അത് അൻഷാദ് അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവന് വന്ന കഷ്ടപ്പാട് കുറച്ച് ഇതായിട്ട് ഓന് ഈ വീഡിയോ 7 മണിക്ക് പോസ്റ്റ് ആക്കിയിട്ട് അപ്പം തന്നെ ഓന് അവിടുന്ന് ട്രെയിൻ കയറി പട്ടാമ്പി വന്ന് ഇറങ്ങി. പട്ടാമ്പിന്ന് അവന് ചെർപ്പളശ്ശേരി വന്ന് ഇറങ്ങി, മഞ്ചക്കല്ല് വന്ന് ഇറങ്ങി. അവിടുന്ന് ഓന് അവന് മല്ലു ഫാമിലി സുജിന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചിട്ടില്ലേ? പക്ഷെ ഇന്നെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അല്ലേ? അവിടുന്ന് അങ്ങനെ എല്ലാവരും ചോദിച്ചിട്ട് ഓന് വന്ന് എന്റെ വീടിന്റെ അവിടെ എത്തിയപ്പോ ഏകദേശം 11 മണി 11:15 ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ആളടുത്ത് ചോദിച്ചപ്പോ, ഒരു വയസ്സായ ആളടുത്ത് ചോദിച്ചപ്പോ അയാൾക്ക് ഇന്നെ അറിയില്ല എന്ന് പറഞ്ഞു. മല്ലു ഫാമിലിയുടെ സുജിന്റെ വീട് അറിയിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഫോട്ടോ കാണിച്ചപ്പോ അയാൾ പറഞ്ഞത്ര അറിയാന്ന് പറഞ്ഞിട്ട് അയാള് വഴി പറഞ്ഞു. അങ്ങനെ നടന്നല്ലോ. എത്ര കിലോമീറ്റർ മഞ്ചക്കല്ലിൽ ഇവിടേക്ക്? നല്ല കിലോമീറ്റർ ഉണ്ട്, ഒരു 7 കിലോമീറ്റർ തോന്നുന്നു. അത്രയും കിലോമീറ്റർ നടന്നു. അപ്പൊ അതുകൊണ്ടാണ് രാത്രി വന്നപ്പോ പോലും കൂടി ഞാൻ അപ്പൊ തന്നെ ഓനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഓന് ഫുഡൊക്കെ കൊടുത്തിട്ടോ. പാവം എനിക്ക് അവന് ഉമ്മാവും കരഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ? അവന് ഉമ്മാക്കല്ലന്നൊക്കെ പറഞ്ഞപ്പോ കരഞ്ഞു, എനിക്കിനാകതായി. അപ്പൊ അവനെ സേഫ് ആയിട്ട് നമ്മൾ ഷൊർണൂർ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പൊന്നൂസൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴേ പെരുത്തൊരു മനുഷ്യനാണ്, കറുപ്പിട്ട് ഞങ്ങൾ ആകെ പേടിച്ചു. ലെവലൊക്കെ ഞങ്ങള് ഒറ്റപ്പാലത്ത് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടേക്ക് എത്തിയ സമയത്ത് പിന്നെ ഞങ്ങൾ ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഡ്രസ്സ് എന്ന് ചോദിച്ചപ്പോ പിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലായപ്പോഴാണ് കുറച്ചിതായത്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും അവന് സേഫ് ആയിട്ട് ഷൊർണൂർ കൊണ്ടുവന്ന് ഇറക്കി. അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, ടാറ്റ. ഇതിൽ വേറെ കാര്യം പറയട്ടെ, അവന്റെ മുഖം വീഡിയോയിൽ കാട്ടിയത് അവന്റെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ്. അവൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് വീഡിയോയിൽ മുഖം കാട്ടിയത്, അല്ലാതെ ഞാൻ ആരും മുഖം കാട്ടിയിട്ടില്ല. അതുകൊണ്ട് സമ്മതം വാങ്ങിയിട്ട് തന്നെയാണ് വീഡിയോ കാട്ടിയിട്ടുള്ളത്. ഓക്കെ.